ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയട്ടെ. എസ്തേറിന്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഈ അവസരത്തിൽ കേൾക്കുന്നത്. യഹൂദരുടെ പ്രതികാരം. 12-ാം മാസമായ ആദാർ 13-ാം ദിവസം രാജാവിൻ്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം, യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം, യഹൂദ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. അഹസ്വേരോസിന്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ച് കൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു. പ്രവിശ്യകളിലെ എല്ലാ പ്രമുഖന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മൊർദെഖായിയെ ഭയന്നു. മൊർദെഖായി രാജാവിൻ്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവൻ്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദെഖായി കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു. യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു. തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ 500 പേരെ വധിച്ചു. പാഷൻദാദ, ദാൽഫോൻ, ആസ്മാദ, പൊറോദ, അദാലിയ, അരിദാദ, പാഷ്മാദ, അരിസായി, അരിദായി, വൈസ്ത എന്നിങ്ങനെ ഹമേദാദരുടെ മകനും യഹൂദരുടെ ശത്രുമായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ വധിച്ചു. എന്നാൽ അവർ കവർച്ച നടത്തിയില്ല. തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്നു തന്നെ രാജാവിനെ അറിയിച്ചു. രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, തലസ്ഥാനമായ സൂസായിൽ യഹൂദർ 500 പേരെയും കൂടാതെ ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നിട്ടുണ്ട്. ഇപ്പോൾ രാജാവിൻ്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്യാതിരിക്കേയില്ല. ഇനി നിന്റെ അപേക്ഷ എന്താണ്? അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം. നിന്റെ അടുത്ത ആവശ്യം എന്ത്? അത് നിവർത്തിച്ചു തരാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരം അനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലെ യഹൂദരെ അനുവദിച്ചാലും ഹമാന്റെ 10 പുത്രന്മാരെയും കഴിവിലേറ്റപ്പെടട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി. സൂസായിൽ ആ വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ 10 പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു. സൂസായിലുള്ള യഹൂദർ ആദാർ മാസം 14-ാം ദിവസം ഒരുമിച്ച് കൂടി സൂസായിലെ 300 പേരെ വധിച്ചു. കവർച്ചയൊന്നും നടത്തിയുമില്ല. രാജാവിൻ്റെ പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന യഹൂദരും തങ്ങളെ ജീവൻ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി. ശത്രുഭീഷണിയിൽ നിന്ന് അവർ മോചനം നേടി. തങ്ങളെ വെറുത്തിരുന്ന 70,000 പേരെ അവർ കൊന്നു. പക്ഷേ അവർ കവർച്ച നടത്തിയില്ല. ഇത് ആദാർ മാസം 13-ാം ദിവസമായിരുന്നു. 14-ാം ദിവസം അവർ വിശ്രമിച്ചു. അത് ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരുന്നു. എന്നാൽ സൂസയിലെ യഹൂദർ 13-ഉം 14-ഉം ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുകയും 15-ാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു. ഇതുകൊണ്ട് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആദാർ മാസം 14-ാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ കൈമാറുന്നതിൻ്റെയും ദിനമായി ആചരിക്കുന്നത്. പൂരീം തിരുനാൾ. മൊർദെഖായി ഇതെല്ലാം രേഖപ്പെടുത്തി അഹസ്വേരോസ് രാജാവിൻ്റെ സകല പ്രവിശ്യയിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും
എല്ലാ വർഷവും ആധാർ മാസം 14 15 ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമാവുകയും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി. വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി, പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി. അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മർദോഖായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി. കാരണം അഗാഖ്യനും ഹമേദാദയുടെ മകനും സകല യഹൂദരുടെയും ശത്രുവായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്തില്ലാതാക്കാൻ പൂര് അഥവാ നറുക്ക് ഇടുകയും ചെയ്തു. എന്നാൽ എസ്തർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവന്റെ ദുഷ്ടമായ ഉപായം അവന്റെ തന്നെ തലയിൽ പതിക്കുന്നതിനും അവനെയും അവന്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു. ആകയാൽ പൂര് എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂരീം എന്ന് വിളിച്ചു. ഈ കത്തിൽ എഴുതിയിരുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോടുകൂടെ ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് 2 ദിവസങ്ങളോളം ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂരീം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിക്കുകയും ചെയ്തു വന്നു. അബിഹായിലെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മൊർദെഖായും പൂരീമിനെ സംബന്ധിക്കുന്ന ഈ 2ാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളിൽ അഹേസൂസ് രാജാവിന്റെ 127 പ്രവിശ്യകളിലുമുള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു. പൂരീമിന്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മൊർദെഖായിയും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തങ്ങൾക്ക് തന്നെയും തങ്ങളുടെ സന്തതികൾക്ക് വേണ്ടിയും ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരീമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ദൈവവചനം പങ്കുവയ്ക്കുന്നവരാകാം. ഇപ്പോൾ വായിച്ചു കേട്ട എസ്തേറിന്റെ പുസ്തകം ക്രിസ്ത്യാനികളുടേതല്ല, ഒരു മതസ്ഥന്റെയും അല്ല. ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിന്ന് ദൈവവചനമായിരിക്കും. ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കും. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.